ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നാരങ്ങച്ചാറ് ഉണ്ടാക്കാം. നല്ല അടിപൊളി നാരങ്ങച്ചാറ്. അതിന് വേണ്ടിയുള്ള അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നാരങ്ങ നന്നായിട്ട് കഴുകി തോർത്തി അതിനെ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ആവി കയറ്റുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ആവി കയറ്റി മുറിച്ച് ഉപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് ആണ് പിന്നെ അടുത്ത ചേരുവകൾ. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ പൊട്ടിച്ച് അത് കഴിഞ്ഞ് ശേഷം നമുക്കതിൽ കടുക് ഇട്ട് വേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം ഇളക്കിക്കെടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇതാവുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കണത് ഇത്തിരി മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ എപ്പോൾ നാരങ്ങാച്ചാറ് ഉണ്ടാക്കുമ്പോഴും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റാണ് അതിന് കേട്ടോ. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡറും ഇടുന്നുണ്ട് കേട്ടോ. അതും ചേർത്തതിന് ശേഷം നല്ല പോലെ അത് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ അച്ചാറിന് നല്ല മണമൊക്കെ ഉണ്ടാവണ്ടേ, ചേർത്തിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത്തിരി കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുറുക്ക ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചുറുക്ക ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് അതിനൊന്ന് നന്നായിട്ട് സെറ്റാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറേശ്ശെ എടുത്തേക്കണം. അതാണ് കേട്ടോ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇട്ടത്, ഇത്തിരി എടുത്തിട്ടുള്ളൂ. അതും ചേർത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുള്ള വാട്ടിയ നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായി സെറ്റായതിന് ശേഷമാണ്, സെറ്റാക്കണം ഞാൻ എടുത്തില്ല, നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റായതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാറ് അങ്ങനെ റെഡിയായി. നല്ല ടേസ്റ്റി നാരങ്ങ അച്ചാറാണ് കേട്ടോ. അച്ചാർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊന്നും ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണയുടെ ഒരു കവറിങ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കോട്ടിങ് ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും